വട്ടവടയും കാന്തല്ലൂരും തമ്മിലുള്ള ഒരു കണക്ഷൻ റോഡ് ഉണ്ട്. ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള റോഡാണ്, കട്ട ഓഫ് റോഡാണ്. നടപ്പാതിനെ കുറിച്ച് പലർക്കും അറിയാട്ടാ. പക്ഷെ നമ്മതേ ഈ ജീപ്പിൽ പോവാൻ പോണേന്. എന്താവും, എവിടെ എത്തും, എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ്. 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നെറ്റ്വർക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലൊക്കെ ആ വഴി വന്ന് കണ്ടാ കണ്ട് എന്നുള്ള രീതിയാണ്. എന്താണെങ്കിലും നമ്മൾ ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ദിസ് ഇസ് വണ്ടർലെസ് കേരള, സ്റ്റാർട്ടിങ് ഫ്രം പഴത്തോട്ടം, വട്ടവട. വണ്ടിയിൽ ഡീസൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ചിലന്തിയാറിന്ന് ഡീസൽ ബ്ലാക്കിന് വാങ്ങി ഒരു 10 ലിറ്റർ ഒഴിച്ചിട്ടാണ് പോണത്. എപ്പോഴും റിസ്ക് എടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ ഡീസൽ കൊണ്ടുവന്ന് തരാനോ പമ്പോ ഒന്നും ആ റൂട്ടിലില്ല. അതുകൊണ്ട് ഡീസൽ അടിച്ചിട്ട് പോകാം. ഈ ഓഫ് റോഡ് പോകുമ്പോഴേ നമുക്ക് ഡീസൽ ഏറ്റവും താഴ്ത്തിടാൻ പറ്റൂല, കുറച്ചും കൂടി കൂടുതൽ നിർത്തണം. കാരണം ഈ കയറ്റം കയറുമ്പോഴൊക്കെ ടാങ്കിലുള്ള ഡീസൽ സൈഡിലോട്ടും താഴത്തോട്ടും വരും. അപ്പൊ ചിലപ്പോൾ മിസ്സിങ് വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഡീസൽ കൂടുതൽ ഒഴിച്ചിട്ട് ഓഫ് റോഡ് പോകാൻ നോക്കാം. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളില്ലേ, അതായത് വളവും തിരിവും ഡീവിയേഷൻസ് ഒക്കെ, അതൊന്നും ഞാൻ പറയൂല. കാരണം ഇത് കേട്ടിട്ട് ഇനി നിങ്ങൾ എല്ലാവരും ഈ വഴി വന്ന് ഈ റൂട്ട് അടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകാൻ പാടില്ല. കാരണം ഈ വഴിയിലൂടെ പോയി ജീവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഷോർട്ട് കട്ടാണ്. ഈ കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലോട്ട് 8 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമല്ലേ. അല്ലെങ്കിൽ എത്ര നേരം വേണം റോഡ് വഴി ചുറ്റി വരികയാണെങ്കിൽ. പിന്നെ ഈ റൂട്ട് പോണത് പല പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ. കയറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ കയറ്റമൊന്നുമല്ല കേട്ടോ, ചില്ലറ കയറ്റമൊന്നുമല്ല. നല്ല കുത്തനെ കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മ ഗ്ലാസ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ മതിൽ പോലെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മ ഇങ്ങനെ കയറി പോകണം. അതുപോലെ ഇറക്കവും പിന്നെയും ഫുള്ള് മണ്ണ് റോഡാണ്, പൊടിയും കാര്യങ്ങളാണ്. വ്യൂ അപാര വ്യൂ ആണ്ടാ, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ കുറെ തടി വെട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിക്കപ്പ് തടിയായിട്ടൊക്കെ. ശരിക്കും ഈ റൂട്ട് പുറത്തുനിന്നൊക്കെ എടുക്കണമെന്നുണ്ട്. നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഈ ഓഫ് റോഡിന്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ശരിക്കും നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുമ്പോൾ അത്രത്തോളം കിട്ടുമൊന്നുമില്ല. പിന്നെന്താ, നമുക്ക് റൂട്ട് പറഞ്ഞുകൂടാ, പിന്നെ ടൈമും ലേറ്റ് ആയിക്കൊണ്ടിരിക്കണ്.
അതുകൊണ്ട് പിന്നെ ആനിമൽസ് ഉള്ള റൂട്ടാണെന്ന് പറഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് പുറത്തുനിന്നൊന്നും ഇറങ്ങി അങ്ങനെ ഷോട്ട് എടുത്ത് സമയം കളയല്ല. എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൂടുതലും കാണുന്നത്. പിന്നെ മൃഗങ്ങള് ആന വരോ പോത്ത് വരോ എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി ഇവിടെ ഒന്നും നെറ്റ്വർക്ക് ഇല്ല, അതാണ് വേറൊരു കാര്യം. വലിയ വലിയ ഗ്രാൻഡിസ് മരങ്ങളുടെ ഇടയിൽ കൂടെ നമ്മുടെ ആ വട്ടവടയിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മുടെ പാമ്പാട് ഷോലയിൽ കൂടെ ഉള്ള ആ ഒരു യാത്ര. അതേപോലെ തന്നെ അതിനേക്കാളും മരങ്ങൾ തിങ്ങിയായിട്ടുള്ളൊരു വഴി കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഇതുവരെ 4 വീൽ ഇട്ടിട്ടുണ്ടായില്ല, ഇനി 4 വീൽ ഇടാം. കാരണം വണ്ടി അധികം ചാടിപ്പിച്ചുകൊണ്ടുപോകണം അത്ര നല്ലതല്ല. വണ്ടി ചെയ്തിനും മറിഞ്ഞൊക്കെയാണ് വണ്ടി കയറി പോണത്. റൂട്ട് ഒരു രക്ഷയില്ല കേട്ടാ. ശരിക്കും ഇതെന്നൊക്കെ പറഞ്ഞ പുറത്തുനിന്ന് നല്ല ഒരുപാട് വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ റോഡിന്റെ ഓഫ് റോഡിന്റെ ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാവും, എത്രത്തോളം ഓഫ് റോഡ് ഉണ്ടെന്നുള്ളത്. എന്നാലും ഇപ്പൊ ഡ്രൈ ആയി കിടക്കണോണ്ട് നമുക്ക് ഏകദേശം സുഖത്തിൽ പോയി വരാം.
ഒന്നൊന്നര റിസ്ക് സാധനം വരുന്നുണ്ടാ. കാരണം നമുക്ക് കറക്റ്റ് വീൽ ബേസിന്റെ ആ ഗ്യാപ്പ് അപ്പുറവും കട്ടിങ് ഇപ്പുറവും കട്ടിങ് ആയിട്ട് കറക്റ്റ് അതിൽ കൂടെ വന്ന് ആഹാ നല്ലൊരു ഓഫ് റോഡ് വന്നിട്ടില്ലേ. റേഞ്ച് വന്നിട്ടാ അതിന്റെ അർത്ഥം ഏതാണ്ടും നമ്മ അടുത്തെത്തിയെന്നാണ്. റേഞ്ച് ജിയോടെ നെറ്റ്വർക്ക് വന്നു തുടങ്ങി. റൂട്ട് ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറയില്ലേ, അൺടച്ച്ഡ് ആയിട്ട് കിടക്കണേ. ഇവിടെ ഉള്ള ഈ തടികൾ വെട്ടിക്കൊണ്ടുപോണതും, അതായത് ഈ ഗ്രാൻഡിസ് മരം ലൈസൻസ് ആയിട്ടുള്ള കാര്യം ഉണ്ടോ നമ്പർ ലൈസൻസ് ഉള്ളവർ വെട്ടിക്കൊണ്ടുപോണ ആ വണ്ടികൾ പോണതല്ലാതെ വേറെ പുറത്തത്തെ വണ്ടികളൊന്നും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ മനസ്സിലാവും. അത്രയും പച്ചപ്പും മരങ്ങളും ഫുള്ള് മരങ്ങൾ എന്നിട്ട് അതിൻ്റെ നടുക്കൂടി പോകുമ്പോഴേ വേറെ ആരുമില്ല. ഒരു സത്യം പറഞ്ഞ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല. ഇത് ഈ വഴി തെറ്റിക്കഴിഞ്ഞാൽ തെറ്റി. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതുകൊണ്ട് റൂട്ട് പറഞ്ഞു തന്നതും പിന്നെ അടയാളങ്ങൾ പറഞ്ഞു തന്നതും അങ്ങനെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ കറക്റ്റ് ഈ വഴി കയറി വരാൻ പറ്റിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റ് ചെയ്യണം. കാരണം ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് കൺഫ്യൂസ് ആക്കും നമ്മളെ. അങ്ങനത്തെ വഴികളാണ് എല്ലാ മണ്ണ് റോഡുകളും കിടക്കുന്നത്. എത്തിന്നല്ലാട്ടോ പറയണേ, ഇനിയും ഉണ്ട് കുറച്ചുകൂടി. ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞെന്നുള്ളൂ റേഞ്ച് കിട്ടിയപ്പോൾ. ആരൊക്കെയോ പറമ്പിൽ കൂടെയാണ് സത്യത്തിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലുള്ള ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കുറച്ച് മുമ്പോട്ടൊക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോട് ഞാൻ പറയുന്നതാണ്. കണ്ടു നോക്ക്, സപ്പോർട്ട് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും. കാണാണ് കാന്തല്ലൂര്. ഈ മല കയറി ഇറങ്ങിയാണ് നമ്മൾ വന്നത്. ഈ മലയുടെ അപ്പുറം വട്ടവട, ഇവിടെ കാന്തല്ലൂര്. ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ ചായ ഒഴിച്ച് കുടിക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ കാന്തല്ലൂരിന്റെ റോഡുകളിലോട്ട് നമ്മുടെ ജീപ്പ് കടന്ന് ഈ ടാറിട്ട റോഡ് എത്തിയേട്ടാ.
ആ ഇറങ്ങി വരുമ്പോ കാണുന്ന വ്യൂ കണ്ട, ഭീകരമായിട്ടുള്ള വ്യൂ. കാന്തല്ലൂരും മറയൂരും മൊത്തം നമുക്ക് ഇവിടെ കാണാം. ഓ എന്താണ് ഈ കാണണത്? ഓക്കെ, എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഓ ശരിക്കും ഹെവൻലി കേട്ടാ സ്ഥലം, അടിപൊളി. അത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ഒരു സൺറൈസ് ഇങ്ങനെ അടിക്കണം കേട്ടാ, താഴത്തോട്ട് വീണിരിക്കണം ഈ മേഘങ്ങളുടെ ഇടയിൽ. അത് തന്നെയാണ് ഏറ്റവും ഭംഗിയേറുന്ന ഈ ഒരു ഫ്രെയിംസ് നമുക്കിപ്പോൾ കണ്ണിൽ ഇങ്ങനെ പകർത്താൻ പറ്റണത്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാന്തല്ലൂർ എത്തി. വട്ടവടയെന്ന് 7.3 കിലോമീറ്റർ കട്ടൊരു ഓഫ് റോഡ്, പല പ്രോപ്പർട്ടീസ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ വന്നത്. വളരെ അൺടച്ച്ഡ് ആയിട്ട് കിടക്കണം. പിന്നെ അതേപോലെ തന്നെ സമയം എടുത്തേക്കണത് നമ്മൾ 1.5 മണിക്കൂറാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് എടുത്തേക്കുന്ന ടൈം. ഇതൊരു വൺ വേ യാത്ര ഉണ്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ കാന്തല്ലൂരിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അടിപൊളി. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിന്ന് വൈൻഡപ്പ് പറയണേ. സോ ദിസ് ഇസ് വണ്ടർലെസ് കേരള സൈനിങ് ഔട്ട് ഫ്രം കാന്തല്ലൂർ.